ونؤمن به ونتوكل عليه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه وخليله وأمينه على وحيه ما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه وصلوات الله وسلامه وبركاته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക്. ഓ നബിയേ, താങ്കളും താങ്കളുടെ കൂടെ ഖേദിച്ചു മടങ്ങിയവരും ഫസ്തഖിം, അടിയുറച്ചു നിൽക്കുക, നിലയുറപ്പിച്ച് നിലകൊള്ളുക. കമാ ഉമിർത, താങ്കളോട് പറയപ്പെട്ടതുപോലെ, താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. ഓ മുസ്ലിമീങ്ങളെ, ഓ ജനങ്ങളെ, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ, അവനിലേക്കുള്ള മാർഗത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കുള്ള പാതയിൽ നിങ്ങൾ നേരായി നിലകൊള്ളുക. വസ്തഗ്ഫിറൂ, പാപമോചനം അവനിൽ നിന്ന് തേടുകയും ചെയ്യുക. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് സഖഫി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്. ഇസ്ലാമിൽ ഒരു വാക്യം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും, എന്റെ ഇസ്ലാം പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന, ഇസ്ലാമിൽ എനിക്കുള്ള ബാധ്യതകൾ തുറന്നു കാണിച്ചു തരുന്ന ഒരു വാക്യം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും, ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്, നിങ്ങൾക്ക് ശേഷം ഒരാളോടും ചോദിക്കാൻ ആവശ്യമില്ലാത്തവണ്ണം അത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ്. ഓ സുഫിയാൻ, നീ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിച്ചിരിക്കുന്നു. സത്യസന്ധമായി ദൃഢമായ ഹൃദയത്തോടുകൂടി ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ഇസ്തഖിം, അതിൽ നീ നേരായി നിലകൊള്ളുക, അടിയുറച്ചു നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഖീമു, നിങ്ങൾ നേരായി നിലകൊള്ളുക, അടിയുറച്ചു നിലകൊള്ളുക. വലൻ തുഹ്സൂ, നിങ്ങൾക്കതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് തേടുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണം വരെ, അന്ത്യശ്വാസം വരെ നേരായി നിലകൊള്ളാനാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള അവന്റെ ബാധ്യതകൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള അവന്റെ ഭയഭക്തി, അവൻ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഏതെങ്കിലും ചില സാഹചര്യങ്ങളിലേക്കോ, ചില സന്ദർഭങ്ങളിലേക്കോ, ചില മാസങ്ങളിലേക്കോ, ചില ദിനങ്ങളിലേക്കോ ഒതുങ്ങേണ്ടതല്ല, ഒതുങ്ങിക്കൂടാ. അന്തിമ ശ്വാസം വരെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവൻ ആരാധിക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അടുത്തത് അവനോട് തന്നെ ചോദിക്കാനുള്ളത്, എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ അവസാന ശ്വാസം വരെ അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിൽ അടിയുറച്ചു നിൽക്കണമെങ്കിൽ അതിനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഏതാനും ചില സഹോദരങ്ങളെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമതായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അവനോട് ചോദിക്കുക, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ആവശ്യക്കാരാണ്. മുഅ്മിനീങ്ങളെ, ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിദായത്താണ്, ഇസ്തിഖാമത്താണ്. അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിലകൊള്ളുക എന്നതാണ്. ഹിദായത്ത് അല്ലാഹുവിന്റെ നിഅമത്താണ്.
അള്ളാഹു കനിഞ്ഞു തരേണ്ടതാണ്. വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നീതി മുഖേന ഇവന്റെ ഈ അടിമയുടെ പ്രവർത്തനങ്ങൾ മുഖേന ആരെങ്കിലും വഴികേടിലാക്കിയിട്ടുണ്ടോ ഫലാ ഹാദിയ ലഹ്, അവനെ സന്മാർഗത്തിലാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വമൻ യഹ്ദി, ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗത്തിലേക്ക് നയിച്ചത്, ഫലാ മുദില്ല ലഹ്, അവനെ സന്മാർഗത്തിൽ നിന്ന് വഴികേടിലേക്കാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ضالٌ ഇല്ലാ മൻ ഹദൈതു, നിങ്ങൾ എല്ലാവരും വഴികേടിലാണ്, ഇല്ലാ മൻ ഹദൈതു, ഞാൻ നേരായ പാതയിലേക്ക് നയിച്ചവനൊഴികെ, ഫസ്തഹ്ദൂനി, അതുകൊണ്ട് ഹിദായത്തിന് നിങ്ങൾ എന്നോട് ചോദിക്കുക, അഹ്ദിക്കും, ഞാൻ നിങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കുന്നതാണ്. റാസിഖൂന ഫിൽ ഇൽമിന്റെ കാര്യത്തിൽ, വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ അടിയുറച്ച ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞപ്പോൾ അവരുടെ പ്രാർത്ഥന അവൻ പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിച്ചതിന് ശേഷം നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കരുത് റബ്ബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ ധാരാളം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, ഓ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്റെ ഹൃദയത്തെ നീ പിടിച്ചു നിർത്തണമേ. എന്നിട്ട് അനസ് ഇബ്നു മാലിക് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആമന്നാ ബിക വബിമാ ജിഅത ബിഹി, നിങ്ങളിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ എന്താണോ കൊണ്ടുവന്നത് അതിലും വിശ്വസിച്ചിരിക്കുന്നു. ഫഹൽ തഖാഫു അലൈനാ, അതിനുശേഷം നിങ്ങൾ ഞങ്ങളെ തൊട്ട് ഭയപ്പെടുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ, ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ ഇരുവിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാ, അവന്റെ ഇച്ഛ പ്രകാരം അതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, റബ്ബ് സുബ്ഹാനഹു വതആലയോട് തേടുക, അവസാന ശ്വാസം വരെ, അന്തിമ നിമിഷം വരെ, അള്ളാഹുവേ, നിന്റെ ദീനിൽ എന്റെ കൽബിനെ പിടിച്ചു നിർത്തണമേ എന്ന് റബ്ബ് സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തേത് സഹോദരങ്ങളെ, നാം ദിനം തോറും ചെയ്തു വരുന്ന ചില കർമ്മങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ദിനേന നാം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അത് സ്ഥിരമായി ചെയ്യുകയും വേണം. നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കണം. ഫർളായ നിസ്കാരത്തിൽ കണിശത കാണിക്കണം. ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കാൻ സാധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഏറ്റവും ഇഷ്ടമായത് ഫർളുകൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുന്നതാണ്. അതുപോലെ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ നമുക്ക് വേണം. ഒരു അടിമ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇതുവരെയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം അവൻ കാമിച്ചെടുക്കുന്നത് വരെ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സേഫാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പിടിച്ചു നിർത്തുന്നതാണ്. ഹദീസിന്റെ ബാക്കി ഭാഗം എന്താ? ഫൈദാ അഹ്ബബ്തു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവിനാനായി മാറും. വബസറഹു അല്ലദീ യബ്സുറു ബിഹി, അവൻ കാണുന്ന കാഴ്ചനാനായി മാറും. വയദഹു അല്ലദീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈനാനായി മാറും. വരിജ്ലഹു അല്ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാൽനാനായി മാറും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ പിടിച്ചു നിർത്തുന്നതാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഖുർആനിന്റെ വിഷയം നാം അലംഭാവം കാണിച്ചുകൂടാ. റമദാനിൽ അത്രയും ഓടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു മാസം ഒരു ഖത്മെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്, അനിവാര്യമാണ്. ദിക്റിന്റെ കാര്യം ഏതേത് അവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്മരിക്കുന്നവരായി മാറണം. ഏതേത് കാര്യം കണ്ടു കഴിഞ്ഞാലും അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെടുത്തണം. രാവിലെയും വൈകിട്ടുമുള്ള ദിക്റുകൾ അത് നാം സൂക്ഷിക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, ദിക്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ നാവിന്റെ ദിക്റ് മാത്രമല്ല, ഖൽബിന്റെ ദിക്റുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതുപോലെ ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ, ഒരു അടിമയുടെ വിശ്വാസം അത് നേരാവണ്ണം നിലനിൽക്കുകയില്ല, ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഖൽബ് നേരാവണ്ണം അടിയുറച്ചു നിൽക്കുന്നത് വരെ. ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കൊണ്ടുവരണം. ഏതേത് അവസ്ഥകളിലും അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആലോചിക്കണം. അവന്റെ സ്മരണ ഖൽബിലൂടെ ഓടേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മൂന്നാമതായിക്കൊണ്ട് നല്ല കൂട്ടുകെട്ടുണ്ടാവണം. നല്ല കൂട്ടുകെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞ് നൽകിയവരെ അത് അല്ലാഹുവിന്റെ നിഅമത്താണ്, അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അത് നിങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. നോക്ക്, എത്ര ആളുകളുടെ ചോദ്യമാണ് നേരിടേണ്ടി വന്നത്. ഞാൻ എവിടെ നിന്നാണ് നല്ലൊരു കൂട്ടുകെട്ട് കാണുക? നീ മറന്നുപോയാൽ നിന്നെ ഓർമ്മപ്പെടുത്തുന്നവർ,
നിനക്കറിവില്ലാത്ത വിഷയത്തിൽ നിനക്ക് ഇൽമ പകർന്നു നൽകുന്നവർ, നീ അശ്രദ്ധയിലായി പോയാൽ നിന്നെ ഉണർത്തുന്നവർ അള്ളാഹുവിന്റെ നിഅമത്താണ്. ഫിത്നകളുടെയും ഹറാമുകളുടെയും കൊടുങ്കാറ്റിൽ അള്ളിപ്പിടിക്കാൻ നല്ലൊരു കൂട്ടുകെട്ടില്ല എന്നതിന്റെ പേരിൽ മാത്രം വൈദിക്കിപ്പോയ എത്ര ആളുകളെ നാം തന്നെ കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്താണ്. അല്ല, നിന്നെ അവൻ ഉപദേശിച്ചു എന്നതിന്റെ പേരിലാണോ നീ അവനോടുള്ള ബന്ധം മുറിക്കുന്നത്? പാടില്ല. നല്ല കൂട്ടുകെട്ടുണ്ടോ അത് നന്നായി കാത്തു സൂക്ഷിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നല്ല കൂട്ടുകെട്ടില്ലാത്തവരാണോ, അത് അന്വേഷിച്ച് നടക്കുന്നവരാണോ, അവരൊരിക്കലും നിങ്ങൾക്ക് അങ്ങാടികളിൽ കാണാൻ സാധിക്കുകയില്ല. വിനോദത്തിന്റെയും കളിയുടെയും സ്ഥലങ്ങളിൽ അവർ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം അവരെ ബന്ധപ്പെടുത്തുന്നത് ദുനിയാവിന്റെ അലങ്കാരമല്ല, അവരെ ബന്ധപ്പെടുത്തുന്നത് കളിയും വിനോദവുമെല്ലാം. അവരെ ഒരുമിപ്പിച്ചത് അള്ളാഹുവിന്റെ കിതാബാണ്, റസൂലിന്റെ സുന്നത്താം, അള്ളാഹുവിന്റെ ദീനാണ്. പള്ളിയിലേക്ക് വാ, ഇൽമിന്റെ മജ്ലിസുകളിലേക്ക് വാ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കുന്ന സദസ്സുകളിലേക്ക് നീ വാ, നിനക്ക് അവരെ കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞില്ലേ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുഖം, അവന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം അവനെ രാവിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ നഫ്സിനെ നീ പിടിച്ചു വെക്കുക. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. ദുനിയാവ് പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ തൊട്ട് നിന്റെ കണ്ണ് തെറ്റിപ്പോകാതിരിക്കട്ടെ. സഹോദരങ്ങളെ, നല്ല കൂട്ടുകെട്ട് വേണം. നല്ല കൂട്ടുകെട്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണ്. നാലാമത്തേത് സഹോദരങ്ങളെ, ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, അവന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യങ്ങൾ ഉരുവിടപ്പെടുന്ന സദസ്സുകളിൽ സന്നിഹിതരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ദുനിയാവിൽ മനുഷ്യരുടെ അവസ്ഥ തന്നെ നമ്മൾ നിരീക്ഷിച്ചാൽ ഇൽമുമായി ബന്ധമുണ്ടോ അവന് കുറച്ച് ഇസ്തിഖാമത്തുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. അല്ല, കുറച്ച് ഇസ്തിഖാമത്തുള്ള ദീനിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന ആളുകളിലേക്ക് നോക്കിയാൽ അവർ ഇൽമുമായി അറിവുമായി ബന്ധമുള്ളവരായിരിക്കും. ദുനിയാവിന്റെ കാര്യത്തിൽ ഇത്രത്തോളം ഇൽമിന്റെ അസർ പ്രകടമാണെങ്കിൽ ആഖിറത്തിൽ ആ വ്യത്യാസം എത്രമാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രഭാതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്, വറിസ്ഖൻ തയ്യിബ, സംശുദ്ധമായ ഉപജീവനം, വഅമലൻ മുതഖബ്ബല, സ്വീകാര്യമായ പ്രവർത്തനവും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ മജ്ലിസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിക്കപ്പെടുന്ന സദസ്സുകളിൽ നാം പങ്കെടുക്കേണ്ടതുണ്ട്. അഞ്ചാമതായി സഹോദരങ്ങളെ, ദുനിയാവിന്റെ നിസ്സാരതയെക്കുറിച്ച് ആലോചിക്കുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക, ദുനിയാവിന്റെ നശ്വരതയെക്കുറിച്ച് ചിന്തിക്കുക. അത് മനസ്സിലാക്കിയ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് ഏതേത് ഫിത്നകളും ഏതേത് ഹറാമുകളും അവന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാലും അവൻ മനസ്സിലാക്കും, ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടക്കപ്പെടേണ്ടവനാണ്. ഈ വക കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക, പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവസാന ശ്വാസം വരെ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സഹോദരങ്ങളെ, റമദാനിൽ അതിന്റെ ദിനരാത്രങ്ങൾ നാം നേടിയെടുത്ത വീര്യവും ഉത്സാഹവും നമ്മിൽ നിന്ന് ചോർന്നുകൂടാ. ഇനിയുള്ള കാലങ്ങളിലാണ്, ഇനിയുള്ള ദിനരാത്രങ്ങളിലാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം റമദാനിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിരുന്നു, നരകത്തിന്റെ കവാടങ്ങൾ അവൻ അടച്ചിരുന്നു, ശൈത്താനുമാരെ അവൻ ചങ്ങലയിൽ ബന്ധിച്ചിരുന്നു. എന്നാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ, ഇനിയുള്ള ദിനങ്ങളിൽ, രാത്രങ്ങളിൽ അതുണ്ടാവണമെന്നില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ വഴിയായിരിക്കും. ഉറച്ചു നിൽക്കുക സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗത്തിൽ, അവനു വേണ്ടിയുള്ള കർമ്മങ്ങളുടെ വീതിയിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഹറാമുകൾ ഒഴിവാക്കുന്ന പാതയിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അങ്ങനെ ഒരു നീങ്ങിയ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുനിയാവിലെ അവസാനത്തെ രംഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മസ്തഖാമു, ആ മാർഗത്തിൽ നേരായി നിലകൊണ്ടവർ, അടിയുറച്ച് നിലയുറപ്പിച്ചവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ തുടരെ തുടരെ ഇറങ്ങുന്നതാണ്. ഏതാണ് സന്ദർഭം? കണങ്കാലുമായി കൂട്ടിപ്പിണയുന്ന സന്ദർഭം. കുഫാറുകളും താന്തോണികളും പാപികളും അവരുടെ സ്വബോധം അവർക്ക് നഷ്ടപ്പെടുന്ന സന്ദർഭം. വിലാപങ്ങളും അട്ടഹാസങ്ങളും ഖേദത്തിന്റെ വാക്യങ്ങളുമായി തങ്ങളുടെ റൂഹ് തന്നിലേക്ക് പിടിച്ചു വെക്കുന്ന സന്ദർഭം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളെ അവനിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് അവർ എന്താണ് പറയുന്നത്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇനി നിങ്ങൾ കടക്കാൻ പോകുന്ന ആഖിറത്തിന്റെ വിഷയം, ബർസഖിന്റെ വിഷയം നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ സമ്പത്ത് എന്നിത്യാദി കാര്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക. അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഏതൊരു സ്വർഗ്ഗത്തിന് വേണ്ടിയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ പിടിച്ചു വെച്ചത്, ഈ മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്തിയത്, ആ സ്വർഗ്ഗത്തെ കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക. നഹ്നു ഔലിയാഉകും ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും നിങ്ങളുടെ മിത്രങ്ങളാണ് നാം. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും, സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്കുണ്ട്. വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്നവനായ മഹത്തായ കാരുണ്യത്തിന്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സൽക്കാരമാകുന്നു അത്. സഹോദരങ്ങളെ, ഇതിനു വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത്, ഇതിനു വേണ്ടിയാണ് നാം അടിയുറച്ച് നിലകൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. അവന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ, അവസാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദുമായി നമ്മുടെ റൂഹിനെ വിട്ടുകൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ചെയ്തു വെച്ച കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ നമുക്ക് മുന്നേ അവനിലേക്ക് യാത്ര തിരിച്ച, മരണത്തിന് മുന്നിൽ കീഴടങ്ങിയ കുടുംബങ്ങൾക്കും മിത്രാദികൾക്കും മാതാപിതാക്കൾ സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. അടിച്ചമർത്തപ്പെട്ട പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം എത്രയും വേഗം നൽകുമാറാകട്ടെ. അവരുടെ ശത്രുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്ന ഭിന്നമാക്കുമാറാകട്ടെ. اللهم عليك بأعدائك، اللهم عليك بأعدائك، اللهم كن لإخواننا يا رب العالمين. اللهم مجري السحاب، هازم الأحزاب، سريع الحساب، اللهم اهزمهم، اللهم زلزلهم. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. وسبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.